വളരെ ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാധാന്യമുള്ള ചില ദൈവവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ പഠനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലും തൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി ദൈവത്തോട് നമ്മെ നിരപ്പിക്കാനായിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതുമാണ്. എത്ര ആഴമുള്ളതാണെങ്കിലും പരപ്പുള്ളതാണെങ്കിലും നമുക്ക് ആത്യന്തികമായിട്ട് പറയാനായിട്ടുള്ളത്. അതിലപ്പുറമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ദൈവത്തിൻ്റെ നിത്യ യുഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 8-ാം അധ്യായം വരെ ദൈവത്തിൻ്റെ നീതീകരണവും ദൈവം നമ്മളെ നീതീകരിക്കുന്ന, സൗജന്യമായി ക്രിസ്തുവിൽ നീതീകരണവും ദൈവത്തിൻ്റെ മുന്നറിവും മുൻനിർണയവും തെരഞ്ഞെടുപ്പും, അതുപോലെ ദൈവത്തിൻ്റെ വിളിയും നീതീകരണവും തേജസ്കരണവും എല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് മാറിയിട്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളോട് ഉള്ള ബന്ധത്തിൽ പൗലോസ് തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടുകളെ നമ്മളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോടെന്ന് പറയുമ്പോൾ റോമയിലുള്ള വിശ്വാസികളോട് താൻ കൊരിന്തിലിരിക്കുന്ന സമയത്ത്, ഗ്രീസിലോ കൊരിന്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവിടുള്ള ധർമ്മശേഖരം ശേഖരിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലയളവിൽ അവിടെ താൻ യെരുശലേമിലേക്ക് പോവുകയും തുടർന്ന് റോമിലേക്ക് കടന്നു പോവുകയും ചെയ്യുമ്പോൾ യെരുശലേമിലും റോമിലുമുള്ള ചില വ്യക്തികളോട് പറയാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച ചില ആലോചനകൾ പറയുകയാണ്. പ്രത്യേകിച്ച് റോമിലുണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ പറയാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ജാതികളെ ദൈവം തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. അത് പ്രവാചകന്മാരുടെ പുസ്തകത്തിലും പഴയ നിയമത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന വിഷയം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ കാണുന്നു, കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അത് ഇന്നും അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ട് നിലയിലും അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ സൗജന്യമായ ഈ നീതീകരണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകാതെ സ്വന്തം ശക്തിയാലും സ്വന്തം നീതിയാലും ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാനായിട്ടുള്ള അവരുടെ ശ്രമമാണ് അതിനുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് 9, 10, 11 അധ്യായങ്ങളിലൂടെ ചെയ്യുന്നത്. എന്നാൽ അവരെ ദൈവം നിശേഷം തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതികൾ ഇനിയും പലതും പ്രാവർത്തികമാക്കാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ വെളിപ്പെടാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു സന്ദേശം നമുക്ക് തരികയും, അങ്ങനെ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് എനിക്ക് ആ ഭാഗം ചിന്തിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായ സുവിശേഷം ആ ഭാഗത്തുനിന്ന് പറയണം എന്നെൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകിയത് കൊണ്ടാണ് ഇന്നലെ ഞാൻ മറ്റു വാക്യങ്ങളൊന്നും എടുക്കാനായിട്ട് നിൽക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഉയർത്താൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ്റെ സൗജന്യമായ രക്ഷ, അവൻ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയണമെന്നെൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രേരണ നൽകിയത് കൊണ്ടാണ് ആ ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. കാരണം നമ്മൾ കേവലം ചില വാക്യങ്ങളും അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റഡിയും നടത്തുന്നതിൽ ഉള്ളതല്ല ആത്യന്തികമായ നമ്മുടെ ഇതിനെ കൊണ്ടുള്ള ലക്ഷ്യം. അത് കർത്താവായ യേശുക്രിസ്തുവിനെ ആരെങ്കിലും ചിലർ അറിയാതുണ്ടെങ്കിൽ അവർ കർത്താവിനെ അറിയാനിടയായി തീരുക എന്നുള്ളതാണ് എന്നുള്ള ഒരു ഹൃദയഭാരത്തോടെയും ലക്ഷ്യത്തോടെയാണ് പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ടെക്സ്റ്റൊക്കെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് നമ്മൾ ഈ മെസ്സേജ് പറയാനായിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവർ 9-ാം അധ്യായ അവസാനം തന്നെ പ്രവൃത്തിയാലുള്ള നീതീകരണം അന്വേഷിച്ചതുകൊണ്ട് അവർ അതിലെത്തിയില്ല എന്നും, ഇസ്രായേൽ അങ്ങനെ ദൈവത്തെ തള്ളിക്കളയുന്ന, അതിനെ തള്ളിക്കളയുന്ന അനുഭവങ്ങളെക്കുറിച്ചും, മാത്രമല്ല പ്രവാചകന്മാരും ഒക്കെ അതിന് തെളിവായിട്ടുണ്ടെങ്കിലും അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ,
യേശു കർത്താവ് അവർ ജീവിച്ചിരുന്നപ്പോഴും തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ പ്രവചനങ്ങൾ തെളിയിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് കൂടുതൽ 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 ആ തിരുവെഴുത്തുകൾ ആണ് അവർക്ക് തെളിയിച്ചു കൊടുത്തത്. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ മോശയും പ്രവാചകന്മാരും തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അവൻ ഒരുപക്ഷെ മശീഹ ആയിരിക്കും, നസറേത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം, യഹൂദന്മാരെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം ഈ സ്ക്രിപ്ചേഴ്സ് ആയിരുന്നു. എന്നാൽ ആ സ്ക്രിപ്ചർ പോലും അതിൻ്റെ ശരിയായിട്ടുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് പ്രസംഗിച്ച് കൊടുത്തെങ്കിലും അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്തേക്ക് വീണ്ടും ഞാൻ ഒരു വാക്ക് മാത്രം അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ്. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, റോമൻ സീസർമാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഗസ്റ്റസ് സീസർ ഭരിച്ചു, അതിനുശേഷം പല സീസർമാർ ഭരിക്കുന്നുണ്ട്. പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലത്ത് നീറോയുടെ ഭരണമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഡൊമീഷ്യൻ, ഇതുപോലുള്ള പല സീസർമാർ ഭരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ ആ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തി സീസർ ഈസ് ഗോഡ് എന്ന് പറയണം. കൈസറാകുന്നൊരു ദൈവം, കൈസറാകുന്ന കർത്താവ് എന്ന് ഏറ്റുപറയാനായിട്ട് അങ്ങനെയുള്ള വിധിക്കപ്പെട്ടവരായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലൊക്കെ ഉണ്ടായിരുന്ന ചില ചരിത്രങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതൊരു മസ്റ്റായിരുന്നു, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഏറ്റുപറയാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് അവൻ്റെ തൊഴിൽ ചെയ്യാനോ ജീവിക്കാനോ ഒന്നും കഴിയാത്ത, അല്ലെങ്കിൽ അവൻ്റെ ജീവനോപാധികളിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരം പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഒരു ലോകത്താണ് നമ്മൾ അവരെ വായിക്കുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും എന്ന് പറയുന്നത്. അന്നത്തെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ, അവിടുത്തെ പശ്ചാത്തലം കാണുമ്പോൾ നമുക്ക് കാണാം, അന്ന് ചില കായിക മത്സരങ്ങളും ചില അതുപോലുള്ള കലാമത്സരങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. എന്നാൽ ഈ ക്രിസ്ത്യാനികൾക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല. കാരണം അവർ ഈ സീസർ ഈസ് ഗോഡ് എന്ന് പറയാത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ അതിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് നല്ല ചില കിരീടങ്ങളാണ് അതിന് അവർക്ക് ഉപഹാരമായിട്ട് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പല ക്രിസ്ത്യാനികളും വിശ്വാസത്തിൽ വന്നിട്ടുള്ള പലരും അത് അവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നഷ്ടബോധത്തിൽ, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടായി എന്നല്ല പറഞ്ഞത്, അവർക്ക് കിരീടം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ഓടുന്ന ഓട്ടത്തിൽ നിങ്ങൾ ജയിക്കുമ്പോൾ ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം ഞാൻ നിനക്ക് നൽകും. ബിഷപ്പ് പോളികാർപ്പിനെ പോലൊക്കെയുള്ള വ്യക്തികളെ രക്തസാക്ഷിയായിട്ട് മരിച്ചിട്ടുള്ള സ്മരണയിലുള്ള സഭയോടാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം, യേശുവിനെ കർത്താവ് എന്ന് നമുക്കിപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഈ നാഴിക്ക് 40 വട്ടം വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് ഈ സൂമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലബ് ഹൗസിലോ ഒക്കെ ഇരുന്ന് പറയാം. അത് പ്രത്യേകിച്ച് നമുക്കതിനൊന്നും അർത്ഥമൊന്നും തോന്നുകയില്ല. കർത്താവേന്ന് കോട്ടവാ വിടുമ്പം പോലും കർത്താവേന്നും പറഞ്ഞ് കോട്ടവാ വിടുന്നത്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നമുക്കതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകുകയില്ല. എന്നാൽ അതിൻ്റെ വില വളരെ മനസ്സിലാക്കുകയും അത് വളരെ വിലയേറിയൊരു കാര്യമാണെന്നും അങ്ങനെ പറയുന്നവന് അവൻ്റെ ജീവൻ പോലും ത്യജിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ കർത്താവ് എന്ന് നമ്മൾ അർത്ഥമറിയാതെ പറയുന്ന ഒരു വാക്കല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പഴയ നിയമത്തിൽ യാഹ്വേ, യഹോവ എന്നൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ എബ്രായ വേദപുസ്തകത്തിൽ കാണുന്ന അതേ യഹോവ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് നമ്മൾ ഈ പറയുന്ന കർത്താവ്, ക്യൂരിയോസ് എന്ന് പറയുന്ന വാക്ക്. പല ആൾക്കാരും പറയാറുണ്ട് ഈ യഹോവയല്ല കർത്താവ്, അത് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവം വേറെയാണെന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ ഒന്നും പൊരുൾ അറിയാതെ
ആട്ടം കാണുന്ന ഓരോ വ്യക്തികളാണല്ലോ അവരെന്ന് ഓർക്കുമ്പോൾ അവരോട് സഹതപിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ്? പിന്നെ ദൈവം ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഓരോരുത്തർക്ക് വെളിപ്പെടുത്തി കൊടുക്കട്ടെ. നമുക്കറിയാം, ഗ്രീക്ക് ഭാഷ വളരെ പ്രബലമായ കാലത്ത് നമുക്ക് അറിയാം, ഈ പഴയ നിയമ വേദപുസ്തകം അത് ലാറ്റിനിലേക്കും അതുപോലെ തുടർന്ന് ഗ്രീക്കിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വേദപുസ്തകത്തിന്റെ പേരാണ് സെപ്റ്റജന്റ് വേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ വേർഷനും വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു വേർഷൻ ആയിരുന്നു. അപ്പോൾ പല കൊട്ടേഷൻസും ഈ വേദപുസ്തകത്തിൽ നിന്നാണ് പുതിയ നിയമത്തിൽ എടുത്ത് എഴുതിയിരിക്കുന്നത്. കാരണം ഗ്രീക്കിലെ പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളും പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് പലപ്പോഴും ഗ്രീക്ക് വേദപുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം അല്ലെങ്കിൽ യാവേ എന്ന് വിളിച്ചിരുന്ന ദൈവം, അഡോണായി എന്ന് അവർ അഡ്രസ്സ് ചെയ്യുന്ന ദൈവം ആരെക്കുറിച്ചാണോ ഉദ്ദേശിച്ചിരുന്നത് അതേ നിലവാരത്തിലും അതിന്റെ അർത്ഥം ഒന്നും കുറയാതെയും ആ ദൈവത്തിനുള്ള അധികാരത്തിൽ, ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒട്ടും കുറവില്ലാതെ ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെയും ആവശ്യപ്പെടുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്നു, ഹൃദയം കൊണ്ട് അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിച്ചു. നമുക്കറിയാമല്ലോ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു, ഞങ്ങൾ ദൈവസന്നിധിയിൽ ബോഷ്ക്ക് പറയുന്നവർ, കള്ളം പറയുന്നവരായി തീർന്നു, ഞങ്ങൾ ഈ പറയുന്നതിനൊന്നും അടിസ്ഥാനമില്ലാത്തതായി തീർന്നിരിക്കുന്നു. കാരണം വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് എന്നതിന്റെ 1-ാം അധ്യായത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നും, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാണെങ്കിൽ അത് വ്യർത്ഥമായ ഒരു വിശ്വാസവും അത് ഒരിക്കലും പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമല്ല എന്ന് പൗലോസ് അവിടെ പറയുക. എന്നാൽ നിശ്ചയമായും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൻ്റെയും മറ്റു പല ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പം ഏറ്റുപറയേണ്ട 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. അവനെ കർത്താവ്, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട അതേ ദൈവത്തിന്റെ അതേ സ്ഥാനത്ത് അതേ രീതിയിൽ തന്നെ ഇവിടെ ഈ ലോകത്ത് ഒരു തച്ചനായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ 3.5 വർഷക്കാലം തന്റെ സുവിശേഷ വേല ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നവിടെ എഴുതിയേക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ ആത്മരക്ഷയെ സംബന്ധിച്ചാണ് അതവിടെ പറഞ്ഞേക്കുന്നത്. രക്ഷയിലേക്ക് കടന്നു വരാനുള്ള, അപ്പോൾ നമ്മൾ സാധാരണഗതി വളരെ ഒറ്റ ശ്വാസത്തെ പറഞ്ഞു വിടുന്ന ഒരു വാക്യമാണ് എങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥവ്യാപ്തിയും അതിൻ്റെ ഗൗരവവും എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകളെ വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. നോക്കിയാട്ടെ, ഇവിടെ പറയുകയാണ്, യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നവിടെ കാണുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ക്രിസ്തുവിനെ തന്നെ നമുക്ക് വേണ്ടി നൽകിയെന്ന ദൈവത്തിന് വചനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. ക്രിസ്തുവിനെ തന്നെ നമുക്ക് നൽകി. അപ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് ഈ ആത്മാവിൽ ദൈവത്തെ അറിയാനും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനും ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ഗിഫ്റ്റ്.
ഭൗതിക ജീവിയായിരുന്ന നമ്മെ ഒരു ആത്മീയ ജീവിയാക്കി ആത്മാവിൽ ദൈവത്തെ പിൻപറ്റുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന മക്കളാക്കി അവൻ മാറ്റി. ഈ കർത്താവ് തുടർന്ന് നമ്മൾ 13-ാം വാക്യം, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇതിന് ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻ ഉള്ള ഒരു വചനഭാഗമാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്തിനു വേണ്ടിയാണോ കർത്താവ് ഫേമസ് ആയിരിക്കുന്നത്, അത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു യോവേൽ പ്രവചനത്തിൽ നിന്നെടുത്ത് എഴുതിയേക്കുന്ന വാക്യമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അവിടെ എഴുതപ്പെട്ടേ. തുടർന്ന് അവനെ അയക്കാത്തവനെ എങ്ങനെ എന്നാൽ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ മിഷൻ ഓർഗനൈസേഷൻസ് ഒക്കെ കൂടുതൽ എടുത്ത് പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇത്. അയക്കണ്ടേ, കേൾക്കണ്ടേ, വിശ്വസിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ പറഞ്ഞേക്കുന്ന കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ഇന്ന് ശ്രദ്ധിക്കുന്നത്. എങ്കിലും അവർ സുവിശേഷം വിശ്വസിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുക, യെശയ്യാവ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവരുടെ അടുക്കലേക്ക് ഈ സുവിശേഷം എത്തിയെങ്കിലും, അവരുടെ ഇടയിൽ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടെങ്കിലും അവർക്ക് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം ഉള്ള ഒരു അനുഭവമായിട്ട് അത് തീർന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലെ യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകതയും തുടർന്നുള്ള നിങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ മശിഹയെക്കുറിച്ചുള്ള പ്രവചനമാണ് അതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി. അത് നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ ഒരുപക്ഷെ ഭാവിയിൽ പ്രവാസത്തിലേക്ക് പോവുകയും പ്രവാസത്തിൽ നിന്ന് അവരെ മടക്കിക്കൊണ്ടുവരികയും ദൈവം ചെയ്യും എന്നുള്ള ദൈവത്തിൻ്റെ വലിയ ദയയാണ് ഒരു നിലയിൽ അവിടെ കാണുന്നതെങ്കിൽ, അതിലുപരിയായിട്ട് അവിടെ വെളിപ്പെടുത്തപ്പെടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പാപത്തിന്റെ അടിമത്വത്തിൽ ഇരിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം വിടുവിക്കും എന്നുള്ളതാണ്. 5-ാം അധ്യായം 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നു, യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവിടെ അവൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ ശേഷം നമ്മൾ അവസാനം കാണുന്നത്, ആരെ ഞാൻ ഇനി അയക്കേണ്ടു, ആർ എനിക്കായി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദവും, അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മളവിടെ കാണും. നമുക്ക് സാധാരണഗതി തുടർന്ന് നമ്മൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആഹാസ് രാജാവിനോട് പറയുകയാണ്, പ്രവാചകൻ പറയുക, ദൈവം ഇപ്പം നീ ആയിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും, അതിനുവേണ്ടി നീ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക. അടയാളം ചോദിക്കുമ്പോൾ ആഹാസ് പറയുന്നത്, അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തെ മുഷിപ്പിക്കുകയില്ല, എൻ്റെ ദൈവത്തോട് ഞാൻ അങ്ങനെ ചോദിക്കുകയുമില്ല എന്നുള്ള കപടഭക്തി അവൻ അവിടെ പറയുന്നതാണ് കാണുന്നത്. അവന് സത്യത്തിൽ ദൈവത്തിൽ വിശ്വാസവും ഇല്ല, ദൈവത്തിൽ ആശ്രയവുമില്ല, ഈ പറയുന്ന നിലയിലുള്ള മേനി നടിക്കുന്ന പോലുള്ള വിശ്വാസവും അവനില്ല. അന്നേരം അവനോട് ഉത്തരം പറയുന്നത്, ഇനി നിനക്കൊരു അടയാളം വരും, നീ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ എൻ്റെ ദൈവത്തെയും മുഷിപ്പിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നുള്ള പ്രവചനം അവന് നൽകപ്പെടുന്നത്. നമുക്കറിയാം, പാപത്തോടുള്ള ബന്ധത്തിൽ പ്രമാണം നൽകപ്പെട്ടെങ്കിലും അതിലേക്ക് തൻ്റെ ജനം എത്തിച്ചേരാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിടുതലും യഥാർത്ഥത്തിലുള്ള മോചനവും ക്രിസ്തു മുഖാന്തരമാണ് എന്നുള്ള യഥാർത്ഥ സന്ദേശമാണ് യെശയ്യാവിലൂടെ പകരപ്പെടുന്നത്. തുടർന്നുള്ള പ്രവചനം യിരെമ്യാവിലും എസെക്കിയേലിലും തുടർന്ന് കാണുന്ന ചെറിയ പ്രവാചകന്മാരിലും ഒക്കെ കൂടുതൽ 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 വ്യക്തമായിട്ട് വെളിപ്പെട്ട് വരുന്നത് ഈ ക്രിസ്തു എന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും ഈ മശിഹയെക്കുറിച്ചാണ് വെളിപ്പാട് എന്ന് നമുക്ക് അവസാനം മലാക്കി പറഞ്ഞു നിർത്തുമ്പോൾ. എന്നാൽ ഇത്രയൊക്കെ അവരോട് പറഞ്ഞെങ്കിലും മശിഹ എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും ഒക്കെ കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ അവർ കൈക്കൊണ്ടില്ല. അവരെ തള്ളിക്കളഞ്ഞ്, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, ഞങ്ങൾക്ക് ഈ യഹൂദന്മാരുടെ രാജാവിനെ വേണ്ട എന്ന് ഏകകണ്ഠമായിട്ട് അവിടെ പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവരൊരു ഹാർഡ്നെസ്സിലേക്ക്, അതേസമയം ആ സമയത്തുണ്ടായിരുന്ന ജാതികളായിട്ടുള്ള വ്യക്തികൾ, ആദ്യം യഹൂദന്മാരാണ് ശിഷ്യന്മാരായിട്ട് വന്നെങ്കിലും തുടർന്ന് അധികമായിട്ട് ജാതികളിലേക്ക് അത് പകരപ്പെടുകയും ജാതികൾ വലിയൊരു സംഖ്യയായിട്ട് ദൈവസഭയിൽ ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ അവർക്ക് അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ തോന്നുകയാണ്. അവിടെ പറയും, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്നോ
ഒന്നാമത് മോശെ പറയുന്നു, യെശയ്യാവ് എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു എന്ന് നമ്മളവിടെ വായിക്കും. അപ്പം അവിടുന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരവരുടെ സ്വയനീതി വെച്ച്, അവരുടെ തുറക്കാത്ത ആന്തരിക കണ്ണുകൾ വെച്ച് അവർക്ക് കർത്താവിനെ അനുഭവിക്കാൻ അറിയാൻ കഴിയാത്തത് കൊണ്ട് അവർ പിന്നെയും അന്ധതയിലേക്ക് കടന്നുപോയി എന്നുള്ളൊരു അനുഭവമാണ്. ഇങ്ങനെ ചോദിച്ചിട്ടാ പൗലോസ് 11-ാം അധ്യായത്തിൽ ചോദിക്കുന്നത്, എന്നാൽ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിയനല്ലോ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവത്തിന്റെ പദ്ധതിയല്ല ഇവരെക്കുറിച്ചുള്ളത് തീർന്നിട്ടില്ല. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ ഇവരെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് താൻ പറയുക, ഞാനും ഒരു ബെന്യാമീൻ ഗോത്രക്കാരനാണ്, തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ കാലത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പ് ഉണ്ട് എന്നവിടെ പറയും. ഒത്തിരി പേര് ഇന്ന് വിശ്വസിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെല്ലാം തീർന്നു എന്നുള്ള നിലയിൽ ക്രിസ്തീയ ഗോളങ്ങളിൽ പോലും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ. ചില ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, ദൈവവചനത്തിലെ ചില ഭാഗങ്ങളെ അവർ വിചാരിക്കുന്നത് പോലെ അങ്ങ് ആത്മീയമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനും, ചിലത് ലിറ്ററലായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനും, ചിലത് അലഗോരിക്കലും ഒക്കെ ആക്കി മാറ്റാം എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യം. എന്നാൽ കഴിവിന്റെ പരമാവധി ലിറ്ററലായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെയും, ഭാവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിലെ കാര്യങ്ങൾ ഭാവിയിൽ നടക്കുന്നതായിട്ടും അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരും അങ്ങനെ ആ കാഴ്ചപ്പാടോടെ നമ്മൾ ഐക്യം വേണ്ടതാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ വ്യാഖ്യാനത്തിന് ചേരുന്ന വിധത്തിൽ ചിലതിനെ ഫ്യൂച്ചറിസ്റ്റിക്കും അല്ലെങ്കിൽ ചിലതിനെ ലിറ്ററലും ഒന്നും ആക്കിയെടുക്കാനല്ല. വചനം ഒരു കാര്യം ഡയറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ എടുക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അല്ല, ആ സാഹചര്യത്തിന് അനുസൃതമായി അങ്ങനെയല്ല ഒരു ഉപമയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഒരിക്കലും ഉപമയെ എടുത്ത് ലിറ്ററലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ വലിയൊരു കടം ഇളയ്ക്കുക, വലിയൊരു ബാങ്ക് വലിയൊരു കടം ഇളച്ചു കൊടുക്കുക. അപ്പോൾ ഈ കടവിളച്ചു കൊടുക്കുക, അതിനുള്ള ഒത്തിരി പേർക്ക് കടമെടുത്തവർക്ക് ഇളച്ചു കൊടുക്കുന്നെങ്കിൽ ആരോടാ പോയിട്ട് ഈ ഇളച്ചു കൊടുക്കേണ്ട കാര്യം ആദ്യം പറയേണ്ടത് ഏറ്റവും കൂടുതൽ കടമുള്ളവരോടാണ് എന്ന് പറഞ്ഞതുപോലെ ആ കർത്താവിൻ്റെ അപ്രോച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ലൂക്കോസ് 15 ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കടമുള്ളവർ, ചുങ്കക്കാര്, പാപികൾ, വേശ്യകൾ, ഇവരോടൊക്കെ കർത്താവ് തൻ്റെ വചനം അറിയിച്ചു. അവർ പലരും ദൈവത്തെ അറിയാനിടയായിത്തീർന്നു. അവരുടെ കഴിഞ്ഞകാല പാപജീവിതങ്ങൾ വിട്ടുകളയാനിടയായിത്തീർന്നു. കാരണം അവരായിരുന്നു ഞങ്ങൾ പാപികളാണെന്നുള്ള ബോധത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ കർത്താവിനെ ആദ്യം കണ്ടെത്താനിടയായി. എന്നാൽ സ്വയം നീതീകരിക്കുന്ന പലർക്കും കർത്താവിനെ കണ്ടെത്താനായിട്ട് ഇടയായി തീർന്നില്ല എന്ന് നമ്മൾ കാണും. ഒരു പക്ഷേ കർത്താവ് അവിടെ പറഞ്ഞ മുടിയൻ പുത്രൻ്റെയും മറ്റു പല ഉപമകളും നമ്മൾ ലിറ്ററലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഇവിടെയുള്ള ഇതിൻ്റെ ഒരു നിഴലായിട്ടും വേണമെങ്കിൽ കാണാം. കാരണം മൂത്ത മക്കളായിട്ട് ആദ്യമേ ദൈവം തൻ്റെ വെളിപ്പാടുകൾ കൊടുത്ത പലർക്കും വിശ്വസിക്കാൻ കഴിയാതിരുന്നപ്പോൾ ആ നീതിയുടെ പ്രമാണം പിന്തുടരാത്ത ജാതികൾ അതിലെത്തി എന്നുള്ളൊരു നിഴലിലും ആ ഉപമകളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം, ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്, കർത്താവ് വന്നിട്ടൊക്കെ പോയി, ഇനിയിപ്പോൾ കർത്താവ് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് പോലുള്ള പല ഇൻ്റർപ്രിട്ടേഷൻസ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിലും ചില ആൾക്കാർ വെളിപ്പാട് പുസ്തകം ആ നിലയിൽ വിശ്വസിക്കുന്ന പോലുമില്ല. നമ്മൾ വളരെ പേര് പറഞ്ഞ് പുകഴ്ത്തി പറയുന്ന പല വ്യക്തികളും നമ്മൾ പേര് പറയുന്ന പല വ്യക്തികളും വേദ പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുന്ന വ്യക്തികൾ പോലും വെളിപ്പാട് പുസ്തകത്തെ വലിയ കാര്യമായിട്ട് അവരുടെ ഇന്ന് പേര് പറഞ്ഞ് ഞാൻ അവരെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പല ആൾക്കാർ. എന്നാൽ ഈ ദൈവത്തിൻ്റെ അത് യോഹന്നാന്
പ്രത്യേകിച്ച് നമുക്കറിയാം ഈ AD 70 ഇതൊക്കെ തീർന്നു പോയി എന്ന് പറയുന്ന ആൾക്കാർ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കത് കേൾക്കുമ്പോൾ രസം തോന്നും. കർത്താവ് ഏകദേശം AD 90-95 ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് തന്നെ. എന്നാൽ AD 70 അപ്പൊ AD 70 കർത്താവ് വന്നിട്ട് പോയി എന്നുള്ളത് AD 95 എഴുതുന്നത്. നോക്കണമേ, ഓരോ ഇന്റർപ്രിട്ടേഷന്റെ ഓരോ പ്രത്യേകതകളാണ്. എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോ ഈ കർത്താവിന്റെ ഈ പദ്ധതികളൊന്നുമില്ല, ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയില്ല, ഇസ്രായേലിനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ ആത്മീയ ഇസ്രായേലായിട്ട് തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ആത്മീയമായിട്ട് ആ നിലയിൽ നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, 1000 ആണ്ട് വാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഫുൾഫിൽ ആകേണ്ടതും ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പല വിഷയങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഈ പലപ്പോഴും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ വരുന്നവരെ നിങ്ങൾ ഈ സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് അറിയണം. ഞാൻ വരുന്നവരെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീരെന്ന് പറഞ്ഞതുപോലെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പല പ്രാവചനീയമായ കാര്യങ്ങളും രണ്ടറ്റം ഒപ്പിച്ച് കൃത്യമായിട്ട് 100% ഉറപ്പോടുകൂടെ പറയാനായിട്ട് ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏകദേശം ഒപ്പിച്ച് ഒരു സാധ്യതകൾ നമുക്ക് പറയാമെന്നല്ലാതെ ഒരു സ്കെച്ച് വരച്ച് ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും വരച്ച സ്കെച്ചിൻ്റെ ഉള്ളിലൊന്നും നിൽക്കുന്ന കർത്താവല്ല എന്ന എൻ്റെ ഒരു ധാരണ. എന്ന് വെച്ചിട്ട് നിലവിലുള്ള ഏതെങ്കിലും വ്യാഖ്യാന പഠന രീതിയെ ഒന്നും ഞാൻ തരം താഴ്ത്തിക്കൊണ്ട് പറയുകയല്ല. അപ്പോൾ ചില ആൾക്കാർ അതിനേക്കാളും അപ്പുറത്ത് മുന്നോട്ട് കടന്ന് അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ന് 1000 ആണ്ട് വാഴ്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. മാത്രമല്ല, അതിനേക്കാളും രസമുള്ള കാര്യം, അവർ വിശ്വസിക്കുന്നത് ഇനിയും കൂടുതൽ ദൈവമക്കൾ ഈ ലോകത്ത് വന്നിട്ട് ഈ ഒരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഈ വേൾഡിൽ കൂടിക്കൂടി വന്ന്, അതുപോലെ ക്രിസ്ത്യൻ പൊളിറ്റീഷ്യൻസും ക്രിസ്ത്യൻ ഇതുമൊക്കെ കൂടിക്കൂടി വന്ന് അവസാനം ഇത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ എത്തും എന്ന് വരെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതൽ ക്രിസ്തീയ നേതൃത്വത്തിലൊക്കെ ഉള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ കാണുകയും ദൈവത്തിന്റെ വചനത്തിന് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും ഈ നിലയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എടുക്കാനായിട്ടോ അംഗീകരിക്കാനായിട്ടോ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനത്തിൽ ഇസ്രായേലിൽ നിന്ന് തൽക്കാലത്തേക്ക് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു, എന്നാൽ അവരെ ദൈവം റിസ്റ്റോർ ചെയ്യും. ഏലിയാവിന്റെ കാലത്ത് 7000 പേരെ ശേഷിപ്പിച്ചതുപോലെ ഈ കാലത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അവിടെ വേറൊരു ഉദാഹരണം പറഞ്ഞേക്കുന്നത് ആദ്യ അതിൻ്റെ 16-17 വാക്യങ്ങളിൽ ഒലിവിനോട് ചേർത്തൊട്ടിച്ച കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നത് എന്ന് ഓർക്കുക. ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ചിലതിനെ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് ശരി. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നമുക്കറിയാമല്ലോ, നേരത്തെ ഒരു വിഷയം ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ജാതികളെ കുറിച്ചുള്ള യഹൂദന്മാരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയൊക്കെ തീർന്നു. അവരെ സഭയിൽ പോലും കേറ്റാത്ത ഒരു നിലവാരത്തിൽ അവിടെ റോമയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്നത് എന്ന് നമുക്കിതിന്റെ പശ്ചാത്തലം ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് നീ ഇന്നിനി പ്രശംസിക്കേണ്ട. കൊമ്പുകളുടെ നേരെ, ഒടിഞ്ഞുപോയ ചില കൊമ്പുകളുടെ നേരെ നീ പ്രശംസിക്കേണ്ട. അവര് വീണുപോയത് അവിശ്വാസത്താൽ തന്നെയാണ്. എന്നാൽ നീ ഞെളിയാതെ ഭയപ്പെടുക. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. നീ ദൈവത്തിന്റെ ദയയിൽ നിലനിന്നാൽ ദൈവത്തിന്റെ ദയയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നീ കാണുക. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവത്തിന്റെ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികം
പൊട്ടിക്കും. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകാവുന്ന ഭാഗങ്ങളേ ഉള്ളൂ. അതിലൂടെ പൗലോസ് സ്ഥാപിക്കുന്നത് ഇന്ന് അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ഭ്രംശനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നേക്ക് നിലനിൽക്കുന്നതല്ല. ഇസ്രയേലിന് ഒരു രാഷ്ട്രമായിട്ട് തന്നെ അതിലൊരു ശേഷിപ്പ്, ദൈവത്തെ അറിയുകയും അവര് കർത്താവിങ്കിലേക്ക് നോക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവുണ്ട്. അങ്ങനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഇനി അനുഭവിക്കുന്ന കൃപയാലുള്ള രക്ഷ അതേ നിലയിൽ ആ കൃപയാലുള്ള ഒരു ശേഷിപ്പായിട്ട് അവരും ക്രിസ്തുവിനെ അറിയുന്ന ഒരു അനുഭവം ഉണ്ടാകും, ദൈവത്തെ അറിയുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. അവർക്ക് വേണ്ടി 2000 വർഷം മുമ്പ് വന്ന് കാൽവരിയിൽ മരിച്ചത് അവർ കാത്തിരുന്ന മശീഹ തന്നെ ആയിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അങ്ങനെ അവർക്കൊരു റെസ്റ്റോറേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട്. 25-ാം വാക്യം തൊട്ട്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളവും ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. എന്താണ് അവരിന്ന് വിശ്വസിക്കാത്തതിന്റെ കാരണം? അതിലുള്ള ദൈവത്തിന്റെ പർപ്പസ് എന്താണ് എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് തുടക്ക സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ദൈവം എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടും കീഴിൽ അടച്ചു കളഞ്ഞു. എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, മാനം എന്നിവയുടെ ആഴമേ, ജ്ഞാനം എന്നിവയുടെ ആഴമേ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിത്യനായ ദൈവത്തിന്റെ എത്രമാത്രം ദൈവത്തിന്റെ കരങ്ങളിൽ രൂപഭംഗിയില്ലാത്ത ഒരു പാത്രം പോലെ, കുശവന്റെ ആലയിലെ ആ പാത്രം പോലെ ആയിത്തീർന്നതാണെങ്കിലും തനിക്ക് ബോധിച്ച പ്രകാരം ഉള്ള ഒരു പാത്രമാക്കി ഈ ഇസ്രയേലിനെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന കാഴ്ച അവിടെ പറഞ്ഞിട്ട് പറയുക. ഇതാ ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച്, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനം നൽകി. ലോകത്തിൽ ആരും സ്നേഹിക്കാത്തതുപോലെ, ആരും ഉൾക്കൊള്ളാത്തതുപോലെ നമ്മളെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത്, പല അനുസരണക്കേടും തള്ളിക്കളയേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും പിന്നെയും ഉൾക്കൊണ്ട് ഒരു കുശവനെ പോലെ നമ്മെ സ്നേഹിക്കുകയും തനിക്ക് ആ മണ്ണിന്മേലുള്ള അധികാരം ഉപയോഗിച്ച് നമ്മളെ ഒരു ബെറ്ററായിട്ടുള്ള, പിന്നെയും ശ്രേഷ്ഠമായ നിലകളിലേക്ക് നമ്മളെ കൃപയാൽ നമ്മളെ കൊണ്ടുപോകുന്നവനായിട്ടുള്ള ഈ കർത്താവിന്റെ കൃപയെ കാണിച്ചുകൊണ്ട് പറയുക, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, മാനം എന്നിവയുടെ, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അത് ഊന്നി പറഞ്ഞുകൊണ്ട് പറയുക, ഇതാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12:1 ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ മനസ്സരിവ്. നീ താളടിയാകാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ എന്നേക്കും നിനക്ക് വലതുഭാഗത്തിന്റെ തണൽ, നിനക്ക് തുണ. പലപ്പോഴും ഞാൻ ആ വാക്യങ്ങൾ ഓർത്ത് വണ്ടടിച്ചിട്ടുണ്ട്. ഞാൻ വഴുതട്ടെ എന്ന് പറഞ്ഞാലും എന്നെ വഴുതാൻ സമ്മതിക്കാത്ത ഒരു ദൈവം. കാരണം അവന്റെ കർത്താവാ. ഹീസ് മൈ ലോർഡ്, ദ വൺ ഹു ഹാസ് ഓൾ അതോറിറ്റി ഓവർ മീ. ഹി വിൽ നോട്ട് ലെറ്റ് മൈ ഫീറ്റ് സ്ലിപ്പ്. അവൻ എൻ്റെ പാദം വഴുതുവാനായിട്ട് അവൻ സമ്മതിക്കത്തില്ല. ഇത്ര സർവശക്തനായ ഒരു ദൈവത്തിന്റെ കരത്തിലാണ് തൻ്റെ സർവശക്തിയും തൻ്റെ സോവർണിറ്റിയും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ രൂപാന്തരപ്പെടുത്താനും ദൈവിക പദ്ധതികളിലേക്ക് നമ്മളെ തിരിച്ചാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നവനായിട്ടുള്ള ഈ സ്നേഹവാനായ ദൈവം. അവന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. അവന്റെ ദയയും ഖണ്ഡിതവും കാണുക. അവന്റെ ദയയിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ ദയയും, അല്ലെങ്കിൽ അവന്റെ ഖണ്ഡിതവും എന്നവന്റെ വചനത്തിൽ നമ്മൾ വായിക്കും. ഇത്രയധികം സ്നേഹിച്ച ദൈവത്തോട് ഇനി എന്തൊഴിവൊഴിവ് പറഞ്ഞിട്ട് അവനെ അനുസരിക്കാതിരിക്കും. അവന്റെ സന്നിധി നമുക്ക് പൂർണ്ണമായിട്ട് അവന്റെ സ്നേഹത്തിന് കീഴടങ്ങി സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.